നമ്മൾ ഇനി നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്, മെട്രിക്സ് മെത്തേഡ്. നമ്മുടെ ജോമെട്രിക്കൽ ഒപ്റ്റിക്സ് കൊണ്ട് നമ്മൾ മെയിൻ ആയിട്ട് നമ്മുടെ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ടു ട്രേസ് ഔട്ട് ദി പാത്ത് ഓഫ് റേസ് വെൻ ദേ പാസ് ത്രൂ ഒപ്റ്റിക്കൽ സിസ്റ്റംസ്. ഒപ്റ്റിക്കൽ സിസ്റ്റംസ് എന്ന് പറയുമ്പോൾ അതൊരു സിംഗിൾ റിഫ്രാക്റ്റിംഗ് സർഫസ് ആവാം, അതായത് μ1നെയും μ2നെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു സിംഗിൾ റിഫ്രാക്റ്റിംഗ് സർഫസ് ആവാം, അല്ലെങ്കിൽ ഇതൊരു ലെൻസ് ആവാം. ലെൻസ് എന്ന് പറയുമ്പോൾ കോൺവെക്സ് ആവാം, അതുപോലെ തന്നെ കോൺകേവ് ആവാം. ഇപ്പൊ ഏതൊരു ലെൻസ് എടുത്തു കഴിഞ്ഞാലും അതിന്റെ രണ്ട് റിഫ്രാക്റ്റിംഗ് സർഫസ് ഉണ്ടായിരിക്കും. ഇപ്പൊ ഒരു കോൺവെക്സിന്റെ ഒരു റിഫ്രാക്റ്റിംഗ് സർഫസ് എന്താണ്, കോൺവെക്സ് ഷേപ്പ് ആണ്, രണ്ടാമത്തെ റിഫ്രാക്റ്റിംഗ് സർഫസ് കോൺവെക്സ് ഷേപ്പ് ആണ്. സോ ഇതിനെ നമ്മൾ പറയാം ഡബിൾ കോൺവെക്സ് ലെൻസ് എന്നാണ്. ഡബിൾ കോൺവെക്സ് ലെൻസ് ഈ ഒരു ഷേപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു റിഫ്രാക്റ്റിംഗ് സർഫസ് കോൺകേവ് ആണ്, രണ്ടാമത്തതും കോൺകേവ് ആണ്. സോ ഇത് പറയാ ഡബിൾ കോൺകേവ് ലെൻസ്. ഇനി അതല്ല, ഇങ്ങനൊരു ഷേപ്പ് ആണെന്ന് വിചാരിച്ചോ, ഇങ്ങനൊരു ഷേപ്പുള്ള ഒപ്റ്റിക്കൽ സിസ്റ്റം ആണെങ്കിൽ ഇതിൽ ഒരു റിഫ്രാക്റ്റിംഗ് സർഫസ് കോൺവെക്സ് ഷേപ്പിലും മറ്റേതൊന്ന് പ്ലെയിനും ആണ്. സോ നമ്മൾ ഇതിനെ പറയാ പ്ലാനോ കോൺവെക്സ് എന്നും കോൺവെക്സ് ലെൻസ് എന്നും. സപ്പോസ് ഒന്ന് കോൺകേവ് ഷേപ്പിലും മറ്റൊന്ന് പ്ലെയിനും ആണെങ്കിൽ അതിനെ പ്ലാനോ കോൺകേവ് ലെൻസ് എന്നുമാണ് പറയുക. സോ ഒപ്റ്റിക്കൽ സിസ്റ്റംസ് ഒരുപാടുണ്ട്. ഇതിൽ ലൈറ്റ് ട്രേസ് പാസ് ചെയ്യുമ്പോൾ അതിന്റെ പാത്ത് എങ്ങനെയാണെന്നുള്ളത് ട്രേസ് ചെയ്യുന്നതാണ് നമ്മുടെ മെയിൻ എയിം. സോ നമ്മൾ ഇതുവരെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന മെത്തേഡ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെത്തേഡാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെത്തേഡ് നമ്മളിവിടെ ഇത് മെയിൻ ആയിട്ട് ഈ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെത്തേഡ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഈ ലെൻസ് മേക്കേഴ്സ് ഫോർമുല ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളിത് ഓൾറെഡി +2 പഠിച്ചിട്ടുണ്ടായിരിക്കും. ലെൻസ് മേക്കേഴ്സ് ഫോർമുല ഡിറൈവ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും ഒരു ഡബിൾ കോൺവെക്സ് ലെൻസ് ആണ്. സോ ഈ ഡബിൾ കോൺവെക്സ് ലെൻസിൽ ലൈറ്റ് റേ ഒരു ഫസ്റ്റ് റിഫ്രാക്റ്റിംഗ് സർഫസിൽ വന്ന് ഇൻസിഡന്റ് ചെയ്യുമ്പോൾ ഇതിനനുസരിച്ചിട്ട് ഒരു ഇമേജ് ഫോം ചെയ്യും. ഈ ഇമേജിനെയാണ് അപ്പോൾ ഈ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല ഡിറൈവ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക ഒരു ഡബിൾ കോൺവെക്സ് ലെൻസ് ആണ്. സോ ഈ ഡബിൾ കോൺവെക്സ് ലെൻസിൽ ഒരു റിഫ്രാക്റ്റിംഗ് സർഫസിലേക്ക് ലൈറ്റ് റേസ് വന്ന് ഇൻസിഡന്റ് ചെയ്യുമ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ ഒരു ഇമേജ് ഫോം ചെയ്യും. സോ ഇത് രണ്ടിനും തമ്മിലുള്ള ഒരു റിലേഷൻ ആദ്യം നമ്മൾ കൺസിഡർ ചെയ്തു. ദെൻ ഈ ഫസ്റ്റ് നിന്നുണ്ടായ ഈ ഇമേജ് സെക്കൻഡ് റിഫ്രാക്റ്റിംഗ് സർഫസിന് ഒബ്ജക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള രണ്ടാമതൊരു ഫൈനൽ ഇമേജ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇതിപ്പോൾ ഒരു ലെൻസിന്റെ കേസാണ്. സപ്പോസ് നമ്മളൊരു സെറ്റ് ഓഫ് ലെൻസസ് ആണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ഫസ്റ്റ് റിഫ്രാക്റ്റിംഗ് സർഫസിന്റെ ഇമേജ് കണ്ടുപിടിക്കണം. ദെൻ അടുത്ത റിഫ്രാക്റ്റിംഗ് സർഫസിന്റെ ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ദെൻ അതിനെ റിലേറ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരുപാട് വരും. സോ ഇത് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെത്തേഡ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് കുറച്ചുകൂടെ നമുക്ക് ഇതേപോലെ ഒരു ഒപ്റ്റിക്കൽ സിസ്റ്റംസ് വലുതാണ്, ഒരു സെറ്റ് ഓഫ് ഒപ്റ്റിക്കൽ സിസ്റ്റംസ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമായത് കാരണമുകൊണ്ടാണ് നമ്മൾ മെട്രിക്സ് മെത്തേഡ് എന്ന് പറയുന്ന ഒരു ന്യൂ മാത്തമാറ്റിക്കൽ മെത്തേഡ് ചൂസ് ചെയ്യുന്നത്. സോ ഇത് ഒരു മെട്രിക്സ് മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കെ ഹോൾബാക്ക് എന്ന് പറയുന്ന ഒരു മാത്തമാറ്റീഷ്യനാണ് ഇൻ 1964. സോ നമ്മൾ ഈ ചാപ്റ്ററിൽ മൊത്തം ആപ്ലിക്കേഷൻ ഓഫ് മെട്രിക്സ് മെത്തേഡ്സ് ടു ദി ലെൻസസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എത്ര ടൈപ്പ് ഓഫ് മെട്രിക്സസ് ഉണ്ടെന്ന് അറിയണം. എ റേ ഓഫ് ലൈറ്റ് പ്രൊപ്പഗേറ്റഡ് ത്രൂ എ cylindrically symmetric optical system undergoes two operations. ഒരു ലൈറ്റ് റേ ഒരു ഒപ്റ്റിക്കൽ സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു കോൺവെക്സ് ലെൻസ് ആണെന്ന് ഇരിക്കട്ടെ. ഈ ലൈറ്റ് റേ ഫസ്റ്റ് റിഫ്രാക്റ്റിംഗ് സർഫസിലേക്ക് വന്ന് ഇൻസിഡന്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഒരു റിഫ്രാക്ഷൻ ഫിനോമിന നടക്കും. സോ റിഫ്രാക്ഷൻ ഫിനോമിനയിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ലൈറ്റ് റേന്റെ ഡയറക്ഷൻ എന്ത് ചെയ്യാണ്, ചേഞ്ച് ചെയ്യാണ്. സോ നമുക്ക് പറയാം at each surface boundary this direction of the ray changes due to refraction. So ഈ refraction phenomenon represent ചെയ്യാനായിട്ട് നമ്മൾ ഒരു മെട്രിക്സ് യൂസ് ചെയ്യും, മെട്രിക്സ് ഓപ്പറേറ്റർ യൂസ് ചെയ്യും. അതിനായിട്ട് നമ്മൾ റിഫ്രാക്ഷൻ മെട്രിക്സ് എന്ന് പറയാം. നമ്മൾ അതിനെ ക്യാപിറ്റൽ R ലെറ്റർ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ in between the surfaces the height of the ray changes while the direction remains the same. This is known as translation. ഇപ്പോൾ നമ്മളിവിടെ ഒരു ഹൊറിസോണ്ടൽ കൺസിഡർ ചെയ്യാണ്.
സോ ഈ ഒരു പാത്ത് എടുക്കുകയാണ്. പി എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്ന് ഈ റിഫ്രാക്റ്റിംഗ് സർഫസിലുള്ള ഒരു പോയിന്റാണ് ക്യൂ. ഇതൊരു ലൈറ്റ് ട്രെയിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഈ പി ക്യൂ എന്ന് പറയുന്നത് ഒരു ലൈറ്റ് ട്രെയിനെ റെപ്രസെന്റ് ചെയ്യുന്നതെന്നിരിക്കട്ടെ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇതിന്റെ ഡയറക്ഷൻ സെയിം തന്നെയാണ്. ഇങ്ങോട്ട് ഡയറക്ഷൻ ഒരേ പാത്ത് തന്നെയാണ്, വ്യത്യാസമില്ല. ബട്ട് ഈ ഹൊറിസോണ്ടലായിട്ട് ഉണ്ടാക്കുന്ന ഹൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ തവണയും വ്യത്യാസപ്പെട്ട് വരുന്നുണ്ട്. സോ ഈ ഒരു ഇതിനെയാണ് നമ്മൾ പറയുന്നത് ട്രാൻസ്ലേഷൻ എന്ന്. ഇതിനെ നമുക്ക് ഒരു മെട്രിക്സ് ഓപ്പറേറ്റർ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മൾ ട്രാൻസ്ലേഷൻ മെട്രിക്സ് എന്ന് പറയുന്നത്. അതിനെ റെപ്രസെന്റ് ആയിട്ട് നമ്മൾ ക്യാപിറ്റൽ ടി ലെറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് ഈ ഒരു ലൈറ്റ് റേ ഒരു ലെൻസിൽ കൂടെ പാസ് ചെയ്യുന്നത് റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം എന്ത് വേണം, ഈ ഒരു ട്രാൻസ്ലേഷൻ നടക്കുന്ന ഭാഗത്തിന് ട്രാൻസ്ലേഷൻ റെപ്രസെന്റ് ഒരു ട്രാൻസ്ലേഷൻ മെട്രിക്സ് വേണം. ദെൻ ബൗണ്ടറി കടന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തുണ്ടായിരിക്കും, റിഫ്രാക്ഷൻ ഉണ്ടായിരിക്കും. സോ ഇവിടെ റിഫ്രാക്ഷൻ മെട്രിക്സ് വേണം. ദെൻ ഇൻ ബിറ്റ്വീൻ സർഫസിൽ എന്തുണ്ടായിരിക്കും, ഡയറക്ഷൻ സെയിം തന്നെയാണ്, ബട്ട് ഇതിൻ്റെ ഹൈറ്റ് വ്യത്യാസപ്പെടുന്നുണ്ട്. സോ ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്ന ട്രാൻസ്ലേഷൻ മെട്രിക്സ്, ഇവിടെ ഒരു റിഫ്രാക്ഷൻ മെട്രിക്സ്, ദെൻ ഇവിടെ ഒരു ട്രാൻസ്ലേഷൻ മെട്രിക്സ്, അങ്ങനെ ഒരു കോമ്പിനേഷൻ ആയിട്ടായിരിക്കും പോകുന്നുണ്ടായിരിക്കുക. സോ ഈ ഒരു പ്രോഡക്റ്റ് ഓഫ് റിഫ്രാക്റ്റീവ് മെട്രിക്സ് ആൻഡ് ദി ട്രാൻസ്ലേഷൻ മെട്രിക്സിനെയാണ് നമ്മൾ സിസ്റ്റം മെട്രിക്സ് എന്ന് പറയാം. സിസ്റ്റം മെട്രിക്സ്. സോ ബേസിക്കലി നമുക്കുള്ള 3 മെട്രിക്സ് ആണ്. ഒന്ന് റിഫ്രാക്ഷൻ മെട്രിക്സ്, ദെൻ ട്രാൻസ്ലേഷൻ മെട്രിക്സ്, and the third one system matrix. System matrix എന്ന് വെച്ചാൽ it is a product of refraction matrix and the translation matrix. നമ്മൾ ഇനി ഒരു റേനെ എങ്ങനെയാണ് മെട്രിക്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാന്ന് നോക്കാം. ഇതിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു പാരാക്സിയൽ റേ ആണ്. It is a ray which makes a small angle to the optical axis of the system and lie close to the axis of the system. അതായത് സോ ഈ ആക്സിസ് ആയിട്ടൊന്നും അധികം ആംഗിൾ ക്രിയേറ്റ് ചെയ്യാത്ത പാരലൽ റേസിനെ തന്നെയാണ് നമ്മൾ പാരാക്സിയൽ റേസ് എന്ന് പറയുന്നത്. സോ നമുക്ക് അതിനായിട്ട് ഒരു സിലിണ്ട്രിക്കലി സിമെട്രിക് ഓപ്റ്റിക്കൽ സിസ്റ്റം കൺസിഡർ ചെയ്യാം. ഒരു കോൺവെക്സ് ലെൻസ് കൺസിഡർ ചെയ്യാം. അതിൻ്റെ ആക്സിസ് ഓഫ് സിമെട്രി ആണ് ഈ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. സോ ഇത് സെഡ് ആക്സിസ് ആണ് കേട്ടോ. ഇതൊരു സെഡ് ആക്സിസ് ആണ്. ഇതാണ് ഒറിജിൻ. ഇങ്ങോട്ട് ഒരു എക്സ് ആക്സിസ് ഉണ്ടെന്ന് വെച്ചോ. ഒരു എക്സ് ആക്സിസ് ഉണ്ട്. ഇവിടുന്ന് ഒരു ലൈറ്റ് റേ വന്നിട്ട് ഈ ഒരു പോയിന്റിലേക്ക് ഇൻസിഡന്റ് ചെയ്യാണ്. സോ ഈ ഒരു പോയിന്റ് ക്യൂവും ഈ ഒരു പോയിന്റ് പിയും ഈ ഒരു പോയിന്റ് ക്യൂവും. സോ പി ക്യൂ റെപ്രസെന്റ് എ ലൈറ്റ് റേ. പി ക്യൂ എന്ന് പറയുന്നത് ഒരു ലൈറ്റ് റേനെ റെപ്രസെന്റ് ചെയ്യാൻ ഇരിക്കട്ടെ. ഇതിൽ ഈ പി എന്ന് പറയുന്ന പോയിന്റ് ഇറ്റ് ഈസ് എ പോയിന്റ് ഓൺ ദി ലൈറ്റ് റേ ആൻഡ് ഈ പോയിന്റ് ഈ ഒരു ആക്സിസ് ഓഫ് ദി സിമെട്രിന്ന് ഒരു x1 ഡിസ്റ്റൻസ് എബോവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു കോർഡിനേറ്റ് x1 എന്നും അതുപോലെ തന്നെ ഈ ഒരു ആക്സിസ് ഓഫ് സിമെട്രി ആയിട്ട് ഇതുണ്ടാക്കുന്ന ഒരു ആംഗിള് α1 ആണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് കോർഡിനേറ്റ് α1 ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ ഒരു ലൈറ്റ് ട്രെയിനിൻ്റെ ഒരു പോയിന്റിനെ 2 പാരാമീറ്റേഴ്സ് വെച്ചിട്ട് സ്പെസിഫൈ ചെയ്യാം. ഒന്ന് ഈ ആക്സിസ് ഓഫ് സിമെട്രിന്ന്, ഈ ഒരു ഓപ്റ്റിക്കൽ ആക്സിസ് നിന്ന് എത്ര ഹൈറ്റിലാണ് ഇരിക്കുന്നത് എന്നുള്ളത്. അതായത് ഈ കേസിൽ എന്ത് വരും, x1 എന്ന് വരും. അതുപോലെ തന്നെ ഇത് ഈ ഒരു ആക്സിസ് ഓഫ് സിമെട്രി ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിളും വെച്ചിട്ട് നമുക്ക് ഒരു സെക്കൻഡ് പാരാമീറ്റർ ആയിട്ട് അതിൻ്റെ ആംഗിളും നമുക്ക് ചൂസ് ചെയ്യാം. സോ ഇതിൻ്റെ കോർഡിനേറ്റ്സ് x1 α1 എന്ന് വരും. സോ ഇതിൽ നമ്മൾ ഈ x1 എന്ന് പറയുന്നത് ഹൈറ്റും α1 എന്ന് പറയുന്നത് ആംഗിളും ആണ്. സോ ഇതിന് ആംഗിളിന് പകരമായിട്ട് നമുക്ക് വേറൊരു ഫാക്ടറും കൂടെ യൂസ് ചെയ്യാം. അതിനായിട്ട് ഈ ഒരു എക്സ് ആക്സിസിലേക്ക് ഉണ്ടാക്കുന്ന ആംഗിൾ, ഈ ലൈറ്റ് റേ എക്സ് ആക്സിക്ക് ഉണ്ടാക്കുന്ന ആംഗിളിനെ തീറ്റ എന്നും മൊത്തം ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് ഒരു 90 ഡിഗ്രി ആണെന്ന് പറയാം. ദാറ്റ് ഈസ് α1 ഈസ് ഈക്വൽ ടു 90 മൈനസ് തീറ്റ എന്ന്. സോ നമുക്കറിയാം. സോ ഇതിൽ ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മൾട്ടിപ്ലൈഡ് ബൈ ദി ജോമെട്രിക്കൽ ഡിസ്റ്റൻസ്. അതുപോലെ തന്നെ നമുക്ക് വേറൊരു ഫാക്ടറും കൂടെ നോക്കാം, ഒപ്റ്റിക്കൽ ഡയറക്ഷൻ കൊസൈൻ. ഒപ്റ്റിക്കൽ ഡയറക്ഷൻ കൊസൈൻ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമിലർ ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് എങ്ങനെയാണോ അങ്ങനെ തന്നെ നമുക്ക് ഒപ്റ്റിക്കൽ ഡയറക്ഷൻ കൊസൈൻ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് മ്യൂ ഇൻറ്റു ഡയറക്ഷൻ കൊസൈൻ. ഡയറക്ഷൻ കൊസൈൻ. സോ നമുക്ക് ഇവിടെ ഒപ്റ്റിക്കൽ ഡയറക്ഷൻ കൊസൈനെ മ്യൂ ഡയറക്ഷൻ കൊസൈൻ കോസ് തീറ്റ എന്ന് റെപ്രസെന്റ് ചെയ്യാം. സോ ഇതിൽ തീറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ 90 മൈനസ് α1 ആണ്. സോ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ മ്യൂ
കോസ് 90 മൈനസ് ആൽഫ 1 എന്ന് വരും. സോ കോസ് 90 മൈനസ് തീറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈൻ തീറ്റ ആണ്. സോ ഇവിടെ ഈ ഇക്വേഷൻ എങ്ങനെ ചേഞ്ച് ചെയ്യും? മ്യൂ സൈൻ ആൽഫ 1 എന്ന് ചേഞ്ച് ചെയ്യും. സോ ഒപ്റ്റിക്കൽ ഡയറക്ഷൻ കൊസൈനെ റെപ്രസെന്റ് ചെയ്യുന്നത് മ്യൂ സൈൻ ആൽഫ 1 ആണ്. സോ ഇവിടെ ആംഗിൾ എന്ന് പറയുന്ന ഒരു കോർഡിനേറ്റിന് പകരം നമ്മൾ യൂസ് ചെയ്യുക ഈ ഒരു ഒപ്റ്റിക്കൽ ഡയറക്ഷൻ കൊസൈൻ ആണ്. ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദി ലെറ്റർ ലാംഡ. സോ ഇവിടെ നമ്മൾ ലാംഡ 1 എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. സോ ഈ കോർഡിനേറ്റ് ഈ പി എന്ന് പറയുന്ന ലൈറ്റ് റേയിലുള്ള ഒരു പോയിന്റ് ആണ് പി. ഈ പി എന്ന് റെപ്രസെന്റ് ചെയ്യാനായിട്ടുള്ള കോർഡിനേറ്റ്സ് ഒന്ന് ഡിസ്റ്റൻസ്, ദെൻ സെക്കൻഡ് വണ് ഡയറക്ഷൻ കൊസൈൻ, ഒപ്റ്റിക്കൽ ഡയറക്ഷൻ കൊസൈനുമായിട്ട് ചൂസ് ചെയ്യാം. Any point on the ray is designated as x lambda. ഇതിൽ x എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ഫ്രം ദി ആക്സിസ് ആണ്, ലാംഡ എന്ന് വെച്ചാൽ ഒപ്റ്റിക്കൽ ഡയറക്ഷൻ കൊസൈൻ ആണ്. സോ സപ്പോസ് x1 ലാംഡ 1 എന്നുള്ളത് ഇൻസിഡന്റ് റേയിലുള്ള ഒരു പോയിന്റ് ആണെന്ന് വിചാരിക്കാം. ഇൻസിഡന്റ് റേയിലുള്ള ഒരു പോയിന്റ് ആണ്. അതുപോലെ തന്നെ x2 ലാംഡ 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിന്റ് ഓൺ ദി റിഫ്രാക്റ്റഡ് റേ. സോ ഇൻസിഡന്റ് റേ എന്തായി? റിഫ്രാക്റ്റഡ് സംഭവിച്ചിട്ട് റിഫ്രാക്റ്റഡ് റേ ആയിട്ട് മാറി. സോ ഇൻസിഡന്റ് റേയിലുള്ള ഒരു പോയിന്റ് x1 ലാംഡ 1 ആണെന്നുണ്ടെങ്കിൽ അതിനെ റെപ്രസെന്റ് ചെയ്യാനുള്ള മെട്രിക്സ് ആണ് ഈ ഒരു കോളം മെട്രിക്സ്. അതുപോലെ തന്നെ റിഫ്രാക്ഷൻ സംഭവിച്ചു കഴിഞ്ഞാലുള്ള റിഫ്രാക്റ്റീവ് റേയിലുള്ള ഒരു പോയിന്റ് ആണ് x2 ലാംഡ 2. അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന കോളം മെട്രിക്സ് ആണ് ഇത്. സോ ഇതെന്താണ്? ഒരു 2/1 മെട്രിക്സ് ആണ്. ഇതും ഒരു 2/1 മെട്രിക്സ് ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2/1 മെട്രിക്സിനും 2/1 മെട്രിക്സിനെയും നമ്മൾ കണക്ട് ചെയ്യാനായിട്ട്, റിലേറ്റ് ചെയ്യാനായിട്ട് ഒരു 2/2 മെട്രിക്സിന് സാധിക്കും. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് മെട്രിക്സ് ഓപ്പറേറ്റേഴ്സ് നമുക്ക് അറിയുന്നുണ്ടായിരിക്കും. 2/1 മെട്രിക്സിനെ വേറൊരു 2/1 മെട്രിക്സുമായിട്ട് റിലേറ്റ് ചെയ്യാനായിട്ട് ഒരു 2/2 മെട്രിക്സ് യൂസ് ചെയ്യാം. സോ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ABCD എലമെന്റ് ഉള്ള ഒരു മെട്രിക്സ് ആണ്. ദാറ്റ് ഈസ് x1 ലാംഡ 1. സോ ഈ x1 ലാംഡ 1 എന്ന് പറയുന്ന കോർഡിനേറ്റ് ഒരു സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് നടന്നതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? റിഫ്രാക്റ്റഡ് റേ ആയിട്ട് മാറുന്നത്. അവിടെ ഏതൊക്കെ ഓപ്പറേഷൻസ് ഈ ലൈറ്റ് റേ അണ്ടർഗോ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ മൊത്തം എഫക്റ്റും ഈ ഒരു മെട്രിക്സിലായിരിക്കും ഉണ്ടായിരിക്കുക. സോ ഈ മെട്രിക്സ് ഇക്വേഷൻ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഫർദർ ആയിട്ടുള്ള ഡെറിവേഷൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്.